ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി വീഡിയോ. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നുള്ളത് ക്ലാസിക് 350 റെഡ് ആണ് കേട്ടോ. ബേസിക്കലി വണ്ടിയുടെ ക്ലാസിക്കിൻ്റെ നമ്മുടെ ക്ലാസിക്കിൻ്റെ വീഡിയോ ഒരു വട്ടം ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അത് ഇവിടെ ഐ ബട്ടണിനകത്ത് ഞാൻ കൊടുത്തേക്കാം, ജസ്റ്റ് ഒന്ന് കയറി കണ്ടു വെക്കുക. അപ്പം ജസ്റ്റ് ഈ ഒരു വണ്ടിയുടെ കുറച്ച് വിശേഷങ്ങളായിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കും കേട്ടോ. ഇതിപ്പം ഏകദേശം 1659 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. പക്ഷേ ഓട്ടം കുറവാണ് ഇതിന്. ഇയർ കൂടിയിട്ടുണ്ട്. വണ്ടി ഏകദേശം ഒരു മൂന്ന് വർഷം അടുപ്പിച്ച് ആവാറായെന്ന് തോന്നുന്നു. 3 അല്ല 2. ഇതിപ്പോൾ ഏകദേശം ഒരു 2 വർഷം. ഇതിപ്പം ടോട്ടല് 1660 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കേട്ടോ വണ്ടി ഇപ്പോൾ എടുത്തിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നത് 2 വർഷം അടുപ്പിച്ച് ആവാറായ വണ്ടിയാണ്. പക്ഷെ ഭയങ്കര ഓട്ടം കുറവാണ് വണ്ടിക്ക്. ആള് നാട്ടിൽ വരുന്ന ടൈമിൽ മാത്രമേ എടുക്കുള്ളൂ. അപ്പം അങ്ങനെ ലോ കിലോമീറ്റർ ഓടിയൊരു വണ്ടിയാണ്. അപ്പം ഇത്രയും വർഷമായിട്ട് വണ്ടി ഓടാതിരുന്നിട്ട് എന്തെങ്കിലും കംപ്ലൈൻറ്റുകളുണ്ടോ ഇല്ലയോ എന്നൊക്കെ ആയിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. പിന്നെ ഇതിൻ്റെ റൈഡിങ് ഫീല്, പിന്നെ റെഡിൻ്റെ വിശേഷങ്ങളായിരിക്കും. ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് പോലെ പറഞ്ഞുതരാം. അപ്പം ഇതാണ് നമ്മുടെ റെഡ് എന്ന് പറഞ്ഞ വണ്ടി. ഇത് ഞാൻ പറഞ്ഞല്ലോ ഒരു 2 വർഷമായ വണ്ടിയാണ്. അപ്പോൾ 2 വർഷമാകുമ്പം ഇതിനകത്ത് എന്തൊക്കെ കുഴപ്പങ്ങൾ എടുക്കാതെ വെച്ചിരുന്ന കാണുമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ നിങ്ങൾക്ക് റെഡ് ഏത് എഡിഷനാണെന്നും കൂടെ ഒന്ന് പറഞ്ഞുതരാം. നമ്മുടെ ബ്രിട്ടനിലെ ഒരു സ്ഥലമുണ്ടല്ലോ റെഡിച്ച് എന്ന് പറഞ്ഞാൽ, അവിടെ നിന്നാണ് നമ്മുടെ വണ്ടികളുടെ ഉത്ഭവം, റോയൽ എൻഫീൽഡിൻ്റെ. അപ്പം ആ ഒരു ബ്രിട്ടനിലെ റെഡിച്ച് എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ ട്രിബ്യൂട്ടായിട്ടാണ് അവർ റെഡ് എന്ന് പറഞ്ഞ മോഡലുകൾ കൊണ്ടുവന്നത്. അതിൽ പല കളേഴ്സ് ഉണ്ടായിരുന്നു. ക്ലാസിക്കിൽ റെഡിച്ച് ബ്ലൂ, റെഡിച്ച് ഗ്രീൻ, അങ്ങനെ. അതിൻ്റെ തുടർച്ചയായിട്ട് JCD എഞ്ചിൻ വന്നപ്പോഴത്തേന് അവർ റെഡ് എന്ന് പറഞ്ഞൊരു കളർ കൊണ്ടുവന്നു. സ്റ്റിൽ ഇപ്പോഴും നിങ്ങൾക്ക് ഈ കളർ വാങ്ങിക്കാനായിട്ട് അവൈലബിൾ ആണ്. പക്ഷേ ഇതിൻ്റെ മെയിൻ കുഴപ്പമെന്ന് വെച്ചാൽ ഇത് സിംഗിൾ ചാനൽ ABSയിൽ കിട്ടുള്ളൂ. റിയറിൽ ഡിസ്ക് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കും. പക്ഷേ ഈ ഒരു കളർ തീം നല്ല രസമാണ്. റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ്. ഇതിൻ്റെ വീൽസ് വരുമ്പോഴും ബ്ലാക്കിൽ തന്നെയായിരിക്കും വരണത്. അപ്പം കാര്യങ്ങളിലേക്ക് വരാം. ജസ്റ്റ് ഒന്ന് ബാക്ക്ഗ്രൗണ്ട് ചെയ്ത് തരാം. ഇതിനകത്ത് എന്തൊക്കെ വെച്ചിട്ടുണ്ടെന്ന്. സ്റ്റോക്ക് ഹെഡ്ലൈറ്റും കാര്യങ്ങളും തന്നെയാണ് ചെയ്തേക്കുന്നത്. എൻഫീൽഡിൻ്റെ ഒരു ക്രാഷ് ഗാർഡ്, അടിയിലൊരു സം ഗാർഡ് വെച്ചിട്ടുണ്ട്. ബാക്കിലേക്ക് വരുമ്പോഴത്തേന് ഒരു റിയർ റാക്ക് വെച്ചിട്ടുണ്ട്. അതും കമ്പനിയുടെ തന്നെയാണ്, എൻഫീൽഡ് തന്നെയാണ്. അപ്പം ഇത്രയാണ് ഇതിനകത്ത് എക്സ്ട്രാ ആക്സസറീസ് ആയിട്ട് ആൾ ചെയ്തിട്ടുള്ളത്. ഈ 2 വർഷം ഞാൻ പറഞ്ഞല്ലോ, 2 വർഷം കൊണ്ട് 1600 കിലോമീറ്ററിനകത്തെ ഓടിയിട്ടുള്ളൂ വണ്ടി. ഇതുവരെ വണ്ടിക്ക് കിട്ടിയ കംപ്ലയിൻറ്റുകളെന്ന് വെച്ചാൽ ഓടാത്തതുകൊണ്ട് അധികം കംപ്ലയിൻറ്റുകളൊന്നുമില്ല. പക്ഷേ അതിൻ്റെ ബാറ്ററി നമ്മൾ 1 വർഷം എടുക്കാതിരുന്നിട്ട് ബാറ്ററി മാറ്റിയിട്ടുണ്ടായിരുന്നു വാറണ്ടിയിൽ തന്നെ. പിന്നീട് മെയിൻ വിഷയം ഇത് എഞ്ചിൻ ബഫ് ചെയ്യാത്തതുകൊണ്ട് ഇവിടെ ഒരു ക്ലാവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അത് ബഫ് ചെയ്ത് കഴിഞ്ഞാൽ കയറി പോകുന്ന കാര്യമാണ്. പിന്നീട് എടുക്കാതിരുന്നപ്പോൾ കിട്ടിയൊരു പണിയെന്ന് വെച്ചാൽ ഇതിൻ്റെ ചെയിൻ പാഡ് ഉണ്ടല്ലോ, ഇവിടെ ഒരു ചെയിൻ പാഡ് വരും. ആ ചെയിൻ പാഡ് എടുക്കാൻ എനിക്കൊന്ന് പൊടിഞ്ഞു പോയിട്ടുണ്ട്. ഇത് ഉപയോഗിക്കാതെ ഇങ്ങനെ വെച്ചിരുന്ന റബ്ബർ പാഡായതുകൊണ്ട് പൊടിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം പിന്നെ ചെയിൻ അത്യാവശ്യം ലൂബ് ചെയ്യാത്തതുകൊണ്ട് തുരുമ്പുണ്ട്. ഇത്രയാണ് ഇതിനകത്ത് ബേസിക്കലി ഉള്ള എടുക്കാതിരിക്കുമ്പോൾ വന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ എടുക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഇതിൻ്റെ പാഡിങ്സൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക വീണ്ടും എടുക്കുമ്പോൾ. അല്ലാന്നുണ്ടെങ്കിൽ പാഡിങ്സൊക്കെ പോകാനായിട്ട് ചാൻസ് ഉണ്ട്. തുരുമ്പ് വരാതിരിക്കാനായിട്ട് ചെയിനൊന്ന് ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്തൊക്കെ വെക്കാനായിട്ട് നോക്കുക. ഇത്രയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതുള്ള സാധനങ്ങൾ. പിന്നെ ബേസിക്കലി ഇതിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന മൈലേജ് എന്ന് വെച്ചാൽ അധികം ഓട്ടം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടികൾക്കെല്ലാം കിട്ടുന്നുണ്ട്. 30 to 35 ഒക്കെ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. കുറച്ചും കൂടെ ഓടി കാണുന്നുണ്ടെങ്കിൽ ഒരു 40 വരെയൊക്കെ മാക്സിമം കിട്ടും. ഇത്രയൊക്കെയാണ് ഈ വണ്ടിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതിനകത്ത് പഴയ നമ്മുടെ എൻഫീൽഡിനകത്ത് കണ്ടുപോലെ ആ ഒരു മീറ്റർ തന്നെയാണ്. അതിനകത്ത് ഫ്യൂൽ ഗേജ് ഉണ്ടാവും, ഓഡോമീറ്റർ ഉണ്ടാവും, കിലോമീറ്റർ ഉണ്ടാവും 1760. ഇത്രയാണുള്ളത് ബേസിക്കായിട്ട്. ഇതിൻ്റെ എക്സോസ് നോട്ടും കൂടെ കേൾപ്പിച്ചു തരാം. ഇതിന് അത്യാവശ്യം ഗ്രണ്ടുള്ളത് എക്സോസ്റ്റ് ആണ് കേട്ടോ. വളരെ രസമാണ് ഇത് കേൾക്കാൻ. പഴയ നമ്മുടെ ക്ലാസിക് ബുള്ളറ്റൊക്കെ ഇറങ്ങിയ ടൈമിൽ ഇടയ്ക്ക് ഒരു BS6 ഒക്കെ വന്നു കഴിഞ്ഞ സമയത്ത് കാലിബ്രേറ്റർ കൺവേർട്ടർ വെച്ചിട്ട് സൗണ്ട് ഭയങ്കര കുറവായിരുന്നു. പക്ഷേ ഇപ്പം സൗണ്ട് അടിപൊളിയാണ്. കണ്ടില്ലേ, ഈ വണ്ടി കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ്. അതുകൊണ്ട് തന്നെയാണ് സിംഗിൾ ചാനലായിട്ടും ആൾക്കാർ ഈ വണ്ടിയിലേക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ വണ്ടിയുടെ വില 2,20,000 രൂപയ്ക്ക് അകത്താണ്. അപ്പം നിങ്ങൾക്ക് ആരെങ്കിലും ക്ലാസിക്കുകൾ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വണ്ടിയും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക, വന്നൊന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എടുക്കാമല്ലോ. അപ്പോൾ ഇതിൻ്റെ സീറ്റായിട്ട് നമുക്ക് 2 സൈഡിലും പ്ലാന്റഡ് ഫുട്ടായിട്ട് തന്നെ ഇരിക്കാനായിട്ട് പറ്റും.
ഒരു 13 ലിറ്ററിൻ്റെ ടാങ്ക് കപ്പാസിറ്റി വരുന്നുണ്ട്. അപ്പം ഇത്രയൊക്കെ തന്നെയാണ് ഇതിൻ്റെ ബേസിക് സാധനങ്ങൾ. നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി ഓടിക്കാം. ഒരു അപ്രൈറ്റ് ആയിട്ടിരിക്കുന്നൊരു പൊസിഷനാണ് കേട്ടോ. പക്ഷേ എനിക്ക് ഈ ക്ലാസിക്കലുടെ പൊസിഷൻ പൊതുവേ ഒരു ഇഷ്ടക്കുറവുണ്ട്. കാരണം ഇതിൻ്റെ ഹാൻഡിൽ ബാർ കുറച്ചും കൂടി ഒന്ന് റേസ് ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ പലവട്ടവും ചിന്തിച്ചിട്ടുണ്ട്. കാരണം അത് ഭയങ്കര സുഖമാണ് അപ്പോൾ ഓടിക്കാൻ. ഒരു ടൂർ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഹാൻഡിൽ ബാർ ഒന്ന് റേസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ജസ്റ്റ് ഒരു റൗണ്ട് അപ്പ് ആയിരുന്നു. നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ വീഡിയോ എടുത്തായിരുന്നു കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.